നേരത്തെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ വീഡിയോ. പ്ലാനാർ ഗ്രാഫിന്റെ കണ്ടിന്യൂഷൻ. അപ്പം നമ്മൾ K33 പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇങ്ങനെയായിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് K33 എന്ന് പറയുന്ന നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് എന്താണ് പ്ലാനാർ ഗ്രാഫ് ആണോ എന്ന് കേട്ടോ. ഇത് വരയ്ക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. ഇത് നമുക്ക് വേണം, ഞാൻ വെർട്ടെക്സുകളൊക്കെ മാർക്ക് ചെയ്യാം. V1 V2 V3 V4 V5 V6. ഇവിടെ ഇത് ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യാം. അതായത് ഇവിടെ നോക്കുക, ഇതിനകത്ത് കാണാം V1 ൽ നിന്ന് ഉള്ള കണക്ഷൻ നമുക്ക് എടുക്കുമ്പോൾ V1 V4 പിന്നെ V1 V4 പിന്നെ V4 ൽ നിന്ന് V2 ലേക്കാണ്. അപ്പോൾ ഇത് മൊത്തം 6 ആണുള്ളത്. V4 നിന്ന് V2, V2 ൽ നിന്ന് വരിക V5 ലേക്ക് ഉണ്ട്. V2 ൽ നിന്ന് V5 ലേക്ക് ഉണ്ട്. രണ്ടെണ്ണം മനസ്സിലാക്കുന്നു കേട്ടോ. ഈ V2 ൽ നിന്ന് രണ്ടെണ്ണം ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്, മാറ്റി V6 ലേക്ക്, V2 V6 ലേക്ക്. അപ്പം V1 V4 V2 V5 V2 V5 പിന്നെ വരുന്നത് V3 V3 V6 എഡ്ജുകളെ ഒന്ന് വരയ്ക്കാം നമുക്ക്. എഡ്ജുകളെ വരയ്ക്കാനായിട്ട് നമുക്ക് ഇപ്പം V1 ൽ നിന്ന് V1 അപ്പം നമുക്ക് ഇവിടെ V1 ൽ നിന്ന് V4 ലേക്കുണ്ട്. V1 ൽ നിന്ന് V4, V4 ൽ നിന്ന് V2, V2 ൽ നിന്ന് V5, V5 to V3, V3 കഴിഞ്ഞ് V3 to V6, V6 to V1 ആണ് വരയ്ക്കാൻ പറ്റുക. ഇനി നമ്മൾ നോക്കുക, V1 കണക്ട് ചെയ്ത് V1 ന് 3 ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ഇനി V1 ന് ഒരെണ്ണം കൂടെ ഉള്ളൂ. ഏതാണ് ഇവിടെ V1 V4 V6 ഉണ്ട്. അപ്പോൾ V5 ആണ് അടുത്ത് വരുന്നത്. V1 V5 പിന്നെ വരുന്നത് അപ്പം V1 ഓക്കെ. ഇനി V4 നോക്കാം. V4ന്റെ ഇനിയുള്ള ആകെ V2ഉം V1ഉം. അപ്പോൾ V3 ലേക്കാണ് ഇനി വേണ്ടത്. ഇവിടെ വരയ്ക്കുമ്പോൾ ക്ലോസ് ആയി പോകും. അപ്പോൾ നമുക്കിതിനെ റൗണ്ടിലൂടെ പുറത്തോടെ കൊണ്ടുവരാം. അപ്പോൾ V4 ഇനി V3 നോക്കുക. V2 നോക്കുമ്പോൾ V2 രണ്ടുണ്ട്, ഇനി ഒരെണ്ണം അവിടെ ഉള്ളത് V4ഉം V5ഉം. V4ഉം ഇനി V6 ആണ്. V6 ഇതാ ഇവിടെ നോക്കുക.
V6 വരാൻ ഒരു രക്ഷയില്ല, കാരണം അവിടെ തന്നെ ടച്ചിങ് വരുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. പിന്നെ V3 V5 3 ഉണ്ട്, പിന്നെ V6. ഇനി ആകെ കണക്ട് ചെയ്യാനുള്ളത് V6നെയും V2നെയാണ്. നമുക്ക് ബാക്കി എല്ലാത്തിലും വെർട്ടെക്സിന്റെ എഡ്ജിന്റെ ഡിഗ്രി 3 ആണ്. നോക്കുക, എല്ലാം നോക്കുക, എല്ലാത്തിനും 3 ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ അല്ല. നമ്മൾ എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഇത് ഈ വെർട്ടെക്സിൽ നിന്ന് നമുക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് പോകണം. ഈ വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാലും ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്ട് ചെയ്യാതെ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും K33 എന്ന് പറയുന്ന നോൺ പ്ലാനാർ ഗ്രാഫ്. നോൺ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ പ്ലാനാർ ഗ്രാഫ്. ഇതാണ് പ്ലാനാർ ഗ്രാഫിനെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. പ്ലാനാർ ഗ്രാഫ് അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ്